അതിവേഗ റെയിൽപാതയുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്ന് നമുക്കറിയാം. സിൽവർ ലൈൻ പദ്ധതിയുമായിട്ട് കേരള സർക്കാർ മുന്നോട്ട് വന്നു. കേരളം മുഴുക്ക മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചു ഈ പോകുന്ന റെയിൽവേയുടെ അതിർത്തി കാണിച്ചുകൊണ്ട്. വർഷങ്ങൾ കഴിഞ്ഞു, ഒന്നും നടന്നില്ല. ആ കുറ്റികളൊക്കെ എവിടെ? വിഷമിക്കണ്ട, അത് ഓരോ സ്ഥലങ്ങളിലും കൂട്ടിയിട്ടിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ ഏതാണ്ട് 4-5 സ്ഥലത്ത് തന്നെ ഇത്തരം കുറ്റികൾ കൂട്ടിയിട്ടേക്കുന്ന ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇപ്പോ പിണറായി സർക്കാരിനൊരു വൻ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു പരിപാടി കൊണ്ടുവന്നു. അതിവേഗ റെയിൽ പാത തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലൊക്കെ നിർത്തുന്നു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 3.25 മണിക്കൂറിനുള്ളിൽ ട്രെയിനെത്തും. നെടുമ്പാശ്ശേരിയിലും അതിന് സ്റ്റേഷനുണ്ട്. അത്ഭുതകരമല്ലേ ഇത്? വന്നപ്പോൾ ആകെ കാലിളകിപ്പോയി നമ്മുടെ കേരള സർക്കാരിന്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ അതിവേഗ റെയിൽ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല, അതുമായി മുമ്പോട്ട് പോകും എന്നാണ്. അപ്പൊ ഈ കേന്ദ്ര സർക്കാരിന്റെ അതിവേഗ റെയിൽ പദ്ധതി എതിലെയാണ് പോകുന്നത് എന്ന് ഏറെക്കുറെ വ്യക്തമാണ്. അപ്പൊ ഈ കേരള സർക്കാർ വീണ്ടും സ്വപ്നം കാണുന്ന ഈ റെയിൽപാത എതിലെയാണെന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇത് കേരള സർക്കാരിനെ കൊണ്ട് ഇത്രയും വലിയൊരു റെയിൽ പാതയൊന്നും സൃഷ്ടിക്കാനുള്ള കഴിവില്ല, ശേഷിയില്ല, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയെങ്കിലും പാത ഇരട്ടിക്കലിന് എത്രമാത്രം സമയമെടുത്തു എന്നുള്ള വസ്തുത. ഏതായാലും പിണറായിയുടെ ആഗ്രഹത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ ഒക്കില്ല, നിരുത്സാഹപ്പെടുത്താനും ഒക്കില്ല. ആഗ്രഹം കൊള്ളാം. പക്ഷെ ഈ ആഗ്രഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ പഴയ ഒരു പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത്. കുണ്ടിലിരിക്കും തവളക്കുഞ്ഞിന് കുന്നിനുമേതി പറക്കാൻ മോഹം.